ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുഡിങ്ങൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിങ്ങാണ്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാതെ ഏറ്റവും കുറഞ്ഞ ചേരുവയിൽ ചേർത്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി പാലൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. ഇപ്പോൾ പാൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമോ പാലോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇളം ചൂടായ വിപ്പിംഗ് ക്രീമോ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടിൽ തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ ആക്കി വെച്ച കോഫി മിക്സ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ആ ക്രീമിലേക്ക് ഒരു കോഫിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ റസ്ക്കാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അതിന് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്കിലേക്ക് റസ്ക് ഒരു 30 സെക്കൻഡോളം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടും വെക്കാം കേട്ടോ. താഴ്ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് റസ്ക് കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് വെക്കാം. ഫസ്റ്റ് ലെയർ ഇതുപോലെ റസ്ക് കൊണ്ട് നല്ലതുപോലെ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ആ മിൽക്ക് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒരു പകുതിയോളം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു സെക്കൻഡ് ലെയറായിട്ട് നേരത്തെ ആക്കിയതുപോലെ തന്നെ മിൽക്കിലേക്ക് റസ്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മിക്സിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് 2-3 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇനി ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് സൈഡ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇപ്പം നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 10 രൂപയുടെ 2 ഡയറി മിൽക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തിട്ടെടുത്തതാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടെടുക്കാം. ഡിസൈനൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കണമെന്നില്ല. ഇതുപോലെ ചോക്ലേറ്റ് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടെടുക്കാം. ഇതൊരു സിമ്പിളായ ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല തണുപ്പോടെ കഴിക്കാനാണ് പുഡിങ് എപ്പോഴും നല്ല ടേസ്റ്റ്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നല്ലതുപോലെ തന്നെ തണുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കോഫി പുഡിങ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.